ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ എക്സസൈസ് 1.3 അതിലെ 1 തൊട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്തായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ്. 6ഉം 7ഉം ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനകത്തോട്ട് പോയേക്കുവാണ് ഫംഗ്ഷൻ. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഈസ് 1 ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ്. ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? എഫ് എന്ന് പറയുന്നത് -1 നിന്നും റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനകത്തോട്ട് പോയേക്കുവാണ്. എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്നാണ്. അത് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഈ എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അത് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? -1, നിന്നും റേഞ്ച് ഓഫ് എഫിനകത്തോട്ട് പോകുന്ന അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതിയെടുക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 എഫ് ഫ്രം -1, ടു റേഞ്ച് ഓഫ് എഫ്. അതെഴുതി. നമ്മൾ എങ്ങനെയാണ് 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എഫ് ഓഫ് x1 രണ്ട് എലമെൻറ്റ്സ് എടുക്കും. x1ഉം x2ഉം ഉണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നെടുത്തിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടണം? x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടണം. എങ്കിൽ അത് 1 ആണ്. ഇത് എന്ത് സംഭവം ചെയ്യുന്നത്? നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൻ്റെ ഇമേജസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 എലമെൻറ്റ്സിൻ്റെ ഇമേജ് സെയിം ആകുകയാണെങ്കിൽ അവ രണ്ട് സെയിം ആയിരിക്കണം. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നെടുത്തിട്ട് ചെയ്ത് വരുമ്പം x1 ഈസ് ഈക്വൽ ടു x2 കിട്ടണം. ആ x1 x2 എവിടുത്തെ എലമെൻറ്റ്സ് ആയിരിക്കും? ഡൊമൈനകത്ത് എലമെൻറ്റ്സ് ആയിരിക്കും. സോ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇതാണ് നമ്മുടെ ഡൊമൈൻ. സോ ആ -1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ നിന്നും ഞാനൊരു x1ഉം x2 എടുത്ത് എന്നിട്ട് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുത്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് x1 ഈസ് ഈക്വൽ ടു x2 കിട്ടുവാണെങ്കിൽ അത് 1 ആയിരിക്കും. സോ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തുവാ? എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എക്സ് ബൈ എക്സ് പ്ലസ് 2. സോ x1 ആവുമ്പം ഇവിടെ x1 ബൈ x1 പ്ലസ് 2 എന്ന് വരും. x2 ആവുമ്പം x2 ബൈ x2 പ്ലസ് 2. നോക്കിക്കേ, x1 ബൈ x1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു x2 ബൈ x2 പ്ലസ് 2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴോ x1 ഇൻറ്റു x2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു x2 ഇൻറ്റു x1 പ്ലസ് 2. ഇനി ഞാൻ ബ്രാക്കറ്റ് അകത്തോട്ട് ഓപ്പൺ ചെയ്യുമ്പം x1 ഇൻറ്റു x2 x1 ഇൻറ്റു 2x x1 ഇൻറ്റു 2. സോ x1 ഇൻറ്റു x2 പ്ലസ് 2x1 എന്താ? x1 x2 2x1. ഇവിടെയോ x2 x1 അതിവിടെ കിട്ടും x2 ഇൻറ്റു 2 2x2. സോ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷനകത്ത് ഈ ഒരു ടേമും ക്യാൻസൽ ആയിപ്പോവും. പിന്നെ ബാലൻസ് ഉള്ള എന്തൊക്കെയാണ്? 2x1 ഈസ് ഈക്വൽ ടു 2x2 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ x1 ഈസ് ഈക്വൽ ടു x2. സോ നമുക്ക് എന്തോ കിട്ടി? 1 ആണെന്ന് കിട്ടി. കാരണം എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു x2 എഫ് ഓഫ് x2 എടുത്ത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് x1 ഈസ് ഈക്വൽ ടു x2 കിട്ടി. സോ എഫ് ഈസ് 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. എഫ് 1 ആയി. അത് എഴുതാം. സോ എഫ് ഈസ് 1 എഫ് 1 ആണെന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട്. അത് നമ്മൾ ചെയ്തു. ഇനി പറഞ്ഞേക്കുന്നത് എന്തുവാ? ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ആ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എവിടെ നിന്ന് എങ്ങോട്ടാ? -1 നിന്നും റേഞ്ച് എഫിനകത്തോട്ടും ആയിരിക്കണം ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടുന്നത്. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ y ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് എടുത്ത് സാധാരണ അങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 ഫംഗ്ഷൻ എടുക്കും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എക്സിനൊരു വാല്യൂ കിട്ടും. അതായിരിക്കും ഇൻവേഴ്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സാധാരണ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ y ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് എടുത്തു. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം x പ്ലസ് 2y ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ നിന്ന് ഞാൻ എക്സിൻ്റെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു. സോ എക്സിനെ xy എന്ന് എഴുതി. ഇതിങ്ങ് വരുമ്പം ലെഫ്റ്റിൽ വരുമ്പോൾ -x, ഇത് റൈറ്റിൽ വരുമ്പം -2y. സോ ഇവിടെ നിന്ന് എക്സ് കോമൺ എടുക്കുമ്പം x ഇൻറ്റു y -1 ഈസ് ഈക്വൽ ടു -2y. സോ എക്സ് ഈസ് ഈക്വൽ ടു -2y ഡിവൈഡഡ് ബൈ y -1. നമുക്ക് എപ്പോഴും മൈനസ് എടുക്കുന്നതാണ് ഒരു സുഖമില്ലല്ലോ. സോ നമ്മൾ മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് ഗുണിക്കും. സോ മൈനസ് മേളിൽ ഒരു മൈനസ് കൊണ്ട് ഗുണിക്കും. മേളിൽ ഡിനോമിനേറ്ററിനകത്തും ന്യൂമറേറ്ററിലും ഗുണിച്ചേ പറ്റത്തുള്ളൂ. സോ ഇവിടെയും ഒരു മൈനസ് കൊടുത്ത് ഇവിടെ ഒരു മൈനസ് കൊടുത്ത്. അപ്പോൾ ഈ മൈനസ് പ്ലസ് ആവും. ഈ മൈനസ് അകത്തോട്ട് പോകുമ്പം ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. സോ 1 - y എന്നാവും. 1 - y 2y ഡിവൈഡഡ് ബൈ 1 - y. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന
വാല്യൂ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്ത് കിട്ടുന്നോ അതായിരിക്കും നമ്മുടെ ജി ഓഫ് വൈ എന്ന് പറയുന്നത്. സോ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു 2y ഡിവൈഡഡ് ബൈ 1 - y. ഇതായിരിക്കും നമ്മുടെ എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ഇത്രയും ചെയ്തത്. ഇനി ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഒക്കെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ മാത്രം പറഞ്ഞതുകൊണ്ട് നമുക്ക് y ഈസ് ഈക്വൽ ടു എക്സ് ഫംഗ്ഷൻ എഴുതിയിട്ട് ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതായിരിക്കും എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider f from real numbers to real numbers given by f of x is equal to 4x plus 3. Show that f is invertible. Find the inverse of f. കണ്ടോ, ഇവിടെ പറഞ്ഞേക്കുന്നത് ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്നാണ്. ഈ ഒരു കേസിൽ നമ്മൾ ജി കണ്ടുപിടിച്ചിട്ട് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കണം, ഇൻവേഴ്സും കണ്ടുപിടിക്കണം. സോ നമ്മൾ മുന്നിലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എക്സ് എഴുതി. എഫ് ആറിൽ നിന്ന് ആറിനകത്തോട്ട് തന്നെ പോയേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ജി കണ്ടുപിടിക്കണം. ജി എവിടെ നിന്നായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട്. സോ ആറിൽ നിന്ന് ആറിനകത്തോട്ട്. എഫ് എയിൽ നിന്ന് ബിക്കകത്തോട്ടാണ് പോകുന്നതെങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സാണ് ജി എങ്കിൽ അത് എവിടെ നിന്ന് ഇങ്ങോട്ട് പോകും? ബിയിൽ നിന്ന് എക്കകത്തോട്ടായിരിക്കും. അതുകൊണ്ട് ഇതും ആറിൽ നിന്ന് ആറിനകത്തോട്ട് തന്നെ ആയിരിക്കും. നമുക്ക് എന്തോ തെളിയിക്കേണ്ടത്? അങ്ങനെ ഒരു ജി ഉണ്ട് എങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സ് ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈയും കിട്ടണം. രണ്ടും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് കിട്ടണം. അപ്പം നമുക്ക് ആദ്യമേ ജി കണ്ടുപിടിക്കാം. ജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന് y ഈസ് ഈക്വൽ ടു 4x + 3 എന്നിട്ട് കൊടുക്കണം. അതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x + 3. സോ y ഈസ് ഈക്വൽ ടു 4x + 3. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിനെ മാത്രം റൈറ്റ് സൈഡിലാക്കിയിട്ട് 3 കൂടെ അങ്ങ് ലെഫ്റ്റിൽ കൊണ്ടുപോയി. സോ y - 3 ഈസ് ഈക്വൽ ടു 4x. അതിൽ നിന്ന് എക്സ് എന്തോ കിട്ടും? y - 3 ഹോൾ ഡിവൈഡഡ് ബൈ 4. സോ ഇതാണ് നമ്മുടെ ജി ഓഫ് വൈ എന്ന് പറയുന്നത്. ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു y - 3 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി ഇതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തോ കണ്ടീഷനാണ്? ഇൻവേർട്ടിബിൾ ആണെന്നൂടെ. ഇത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ മാത്രമാണെങ്കിൽ നമുക്ക് ജി ഓഫ് ഐ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇൻവേർട്ടിബിൾ ആണെന്ന് കൂടെ പ്രൂവ് ചെയ്യണം. ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്നാ. സോ എന്തോ ചെയ്യണം? ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കണം. നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, കോമ്പോസിഷൻ മാറി ബ്രാക്കറ്റ് വരുന്നു, എഫ് ഓഫ് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 4x + 3. ജി എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? y - 3 ഡിവൈഡഡ് ബൈ 4. സോ ഇവിടെ വൈക്ക് വരെ കിടക്കുന്നത് 4x + 3. സോ ഈ വൈക്ക് വരെ 4x + 3 കൊടുക്കുമ്പം 4x + 3, ഈ ബാക്കി -3/4 അതുപോലെ -3 ഹോൾ ഡിവൈഡഡ് ബൈ 4. ഈ 3 3 ക്യാൻസൽ ആവും. സോ 4x/4 കിട്ടും. 4 4 ക്യാൻസൽ ആകുമ്പോൾ എക്സ് കിട്ടും. സോ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടി. ഇനി സെക്കൻഡ് നോക്കിക്കേ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് ഐ. അവിടെയും കോമ്പോസിഷൻ മാറി എഫ് ഓഫ് ജി ഓഫ് ഐ എന്നായി. ജി ഓഫ് ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജി ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്തുവാ? y - 3 ഡിവൈഡഡ് ബൈ 4. സോ എഫ് ഓഫ് y - 3 ഹോൾ ഡിവൈഡഡ് ബൈ 4. എഫ് ഓഫ് എക്സ് എൻ്റെ വാല്യൂ എന്തുവാ? 4x + 3. സോ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കണം. സോ 4 × y - 3 ഹോൾ ഡിവൈഡഡ് ബൈ 4 + 3. ഇവിടെ ഈ 4ഉം 4ഉം ക്യാൻസലായി. ബാലൻസ് y - 3 + 3. അവിടെ നിന്ന് 3ഉം 3ഉം പോകുമ്പോൾ അതും y കിട്ടി. സോ ജി കോമ്പോസിഷൻ എഫും എക്സും കിട്ടി, എഫ് കോമ്പോസിഷൻ ജി വൈയും കിട്ടി. അതിൽ നിന്ന് എന്ത് പറയാം? ജി ആണ് എഫിൻ്റെ ഇൻവേഴ്സ്. അത് മാത്രമല്ല നമ്മളത് ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആയോ? ഈ 6ഉം 7ഉം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പം ഇതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം.